ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു തീമുമായിട്ടുള്ള ഒരു ടിയാര ചെയ്തെടുത്താലോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു റെഡ് കളറിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടിയാര ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതേ മോഡലിൽ തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ടിയാരയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതുണ്ട്. അപ്പോൾ ഇത് പൂക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ റെഡ് കളറിലുള്ള ബീഡ്സും അതേപോലെ ഒരു ഫ്രെയിം വരുന്ന സ്റ്റോണും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ക്രിസ്റ്റലും അതേപോലെ റെഡ് കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പേൾസ് ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള ഒരു മീഡിയം സൈസിലുള്ള ബീഡ്സും അതേപോലെ തന്നെ സ്മോൾ സൈസിലുള്ള റെയിൻബോ കട്ട് ബീഡ്സുമാണ്. അത് കാണാനായിട്ട് വളരെ ചെറുതാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു മോഡൽ ടിയാര ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ ചെയ്തത് ഇപ്പുറത്തെ സൈഡിലോട്ടും വരണം, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തിട്ടുള്ള ബീഡ്സൊക്കെ അപ്പുറത്തെ സൈഡിലേക്കും വരണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ഭംഗി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് ചെയ്തതും പിന്നെ നമ്മൾ അടുത്ത സൈഡിലോട്ട് ചെയ്യണം. അതാണ് കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 0.4 mm കോപ്പർ വയറാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലുള്ള കോപ്പർ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വേണം. കാരണം ഇത് എല്ലാ ബീഡ്സ് വെക്കുമ്പോഴും നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കമ്പികൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ വേണം. കാരണം അതിങ്ങനെ കുറഞ്ഞു വരുള്ളൂ. നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ തിരിക്കും തോറും നമ്മൾക്ക് ആ കമ്പികളുടെ ലെങ്ത്ത് കുറവായിട്ട് വരും. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഹെയറിൽ അത് ഫുള്ളായിട്ട് വെക്കാനുള്ള തികഞ്ഞില്ല എന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ടേപ്പ് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ തുണികളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ്. ആ ടേപ്പിൻ്റെ അളവിൽ ഞാൻ ഒരു 1.5-3 മീറ്റർ കമ്പിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം അത്രയ്ക്കൊക്കെ വേണം എന്തായാലും. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് വേണം. കുറച്ച് വിട്ടിട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ അത്ര വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക എത്രത്തോളം കമ്പി വേണമെന്ന്. അതിനനുസരിച്ച് വീണ്ടും അടുത്തത് ചെയ്യുമ്പോൾ മുറിച്ചെടുക്കുക. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഇപ്പോൾ പിന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ, പിന്നെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹെയർ ക്ലിപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ സ്ലൈഡ് അതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹോൾ വേണം. അതിനാണ് ആ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഓഫ് വൈറ്റിലുള്ള ക്രിസ്റ്റലാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതായത് 2 കമ്പി ഉണ്ടാവുമല്ലോ, അതിൽ ഒരു കമ്പിയിലാണ് ഞാൻ ഇതുപോലെ ഓഫ് വൈറ്റിലുള്ള ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 4 പ്രാവശ്യമൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് ലെങ്ത്ത് വേണം കേട്ടോ, എന്നാലാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു റെഡ് കളറിലുള്ള ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു റെഡ് കളറിലുള്ള ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അതിനൊന്ന് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ അടുപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്നുകൂടി ഒരു 2-3 പ്രാവശ്യം ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ഒരു മീഡിയം സൈസിലുള്ള നമ്മുടെ പേൾ ബീഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ അടുപ്പിച്ചിട്ട് നല്ല ചെറുതാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് 2 കമ്പികൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് താഴോട്ടേക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അതിനുശേഷം ഇപ്പം ഞാൻ ഏകദേശം ഇത്രത്തോളം ലെങ്ത്തിൽ ഞാൻ അതിനെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഇതേപോലെ ഫസ്റ്റ് ഏതാണോ നമ്മൾ കമ്പി കിടക്കുന്നത്, മുകൾ വശത്ത് ഏത് കമ്പിയാണോ ഉള്ളത് അതിലോട്ട് നമ്മൾ ഇതുപോലെ ഒരു റെഡ് കളറിലുള്ള ബീഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അതേപോലെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്കതിനെ നീളത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ രണ്ട് കമ്പികളും പിടിച്ചിട്ട് ഒന്നുകൂടി നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് ഒരു പേള് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പേളിലുള്ള ആ മുത്തൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്രത്തോളം ലെങ്ത് ആണോ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വേണം നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ലെങ്ത്തും ഒന്ന് കണക്കാക്കാനായിട്ട്. എന്നിട്ട് 2 കമ്പിയും പിടിച്ചിട്ട് താഴോട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം കുറച്ച് ലെങ്ത്തായ, നല്ല അധികം ലെങ്ത്ത് വേണ്ട, ഒരു മീഡിയം സൈസിൽ മാത്രമേ നമ്മൾ എപ്പോഴും ലെങ്ത്ത് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു ടിയർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടാട്ടോ, ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പം അതിനുശേഷം ഞാൻ ഒരു സൈഡിലോട്ട് ഇതുപോലെ 3 ഇതുപോലെ ആ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ആ റെഡ് ക്രിസ്റ്റലിന് താഴോട്ടാണ്, ആ ഒരു സൈഡിലോട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ഒരു റെഡ് ആ ബീഡൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇപ്പോൾ ഒരു സൈഡിൽ ചെയ്തതൊക്കെ ഇനി അടുത്ത സൈഡിലോട്ടായിട്ടാണ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരു സൈഡിൽ ചെയ്തത് നമ്മൾ ഇനി അപ്പുറത്തെ സൈഡിലോട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ അടിവശത്തേക്ക് ഇതേപോലെ 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 12 ഇതേപോലത്തെ കട്ട് ബീഡ്സ് നമ്മളൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ കട്ട് ബീഡ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ലെങ്ത്ത് കണക്കാക്കിയിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും വന്നിട്ടുള്ളത് ആ ഒരു ക്രിസ്റ്റലിൻ്റെ താഴോട്ടാണ് ഈ ഒരു ലീഫ് പോലുള്ള ഡിസൈനും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ഈ അതേ സൈഡിൽ തന്നെ അതേ ഒരു ലെങ്ത്തിൽ ഇതുപോലെ ഒരു ക്രിസ്റ്റൽ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ലെങ്ത്ത് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ വീണ്ടും ആ കമ്പിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റെഡ് കളറിലുള്ള ബീഡ് ഉണ്ടല്ലോ ആ ഒരു ബീഡും ഇതുപോലെ അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് അവിടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ഒക്കെ ആ ഒരു ലൈനിൽ തന്നെ ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം മാത്രമാണ് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു മറ്റേ 2 കമ്പികൾ തമ്മിൽ ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ 3 എണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് നമ്മളുടെ ഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ വല്ല ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ, ഞാൻ ഇപ്പോൾ ഒരു ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് ഹോളായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതില്ലെങ്കിൽ നമുക്ക് വല്ല സൂചിയോ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ അടിയിൽ കൂടെയാണ് ഈ കമ്പി കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനിവിടെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ വൈറ്റ് പേളാണ് കേട്ടോ.
ഫസ്റ്റ് ഫ്ലവറിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു വൈറ്റ് പേളാണ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഫ്ലവർ വലുതാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വലുതിൽ ഞാൻ നമ്മുടെ ആ ഫ്രെയിമുള്ള ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതാണ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ആ ഒരു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആ സെൻറ്റർ ഭാഗത്തെ മുത്തിനെ മാറ്റിയിട്ട് അതേ ഹോളിൽ കൂടെ തന്നെ നമ്മുടെ കമ്പീനെ താഴോട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പുറത്തെ സൈഡിൽ റെഡും ഇപ്പുറത്തെ സൈഡിൽ വൈറ്റും ആണ് വന്നിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ഇനി വെച്ച് കൊടുക്കാൻ. അതായത് റെഡ് ഉള്ളിടത്ത് നമുക്ക് വൈറ്റ് വെച്ച് കൊടുക്കണം, അതേപോലെ വൈറ്റ് ഉള്ളിടത്ത് റെഡും ആണ് വെച്ച് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഇനി നമ്മൾ ഫസ്റ്റ് നേരത്തെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു ആ ഓഫ് വൈറ്റിലുള്ള ക്രിസ്റ്റൽ ഒന്ന് ആ രണ്ട് കമ്പികൾക്കിടയിലൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു സൈഡിൽ റെഡും ആണ് വന്നിട്ടുള്ളത്, അപ്പുറത്തെ സൈഡിൽ വൈറ്റും ആണ്. അപ്പോൾ ആ വൈറ്റുള്ള ഭാഗത്ത് നമ്മൾ റെഡ് വേണം ഇനി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലീഫ് പോലെ വന്ന ഭാഗം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും, ആ ഭാഗത്ത് വരുന്നത് ഫസ്റ്റ് മുകളിൽ വരുന്നത് പേളാണ്. അപ്പോൾ അതിന് പകരം ഞാൻ അവിടെ എന്ത് ചെയ്തു കൊടുത്തു? റെഡ് വെച്ച് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഇതിലിപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ. വേറൊരു ഇതുമില്ല കേട്ടോ. തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ റെഡും വെച്ച് കൊടുത്തു, അപ്പുറത്തെ സൈഡിൽ വൈറ്റും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ അളവുകൾ തന്നെ ആയിരിക്കണം നമ്മൾ താഴോട്ട് ചെയ്ത് വരുമ്പോഴും വരേണ്ടത്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, നമ്മൾ റെഡ് ക്രിസ്റ്റലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ അവിടെ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു വൈറ്റ് ആയിരിക്കണം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലത്തെ കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്റ്റലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അതാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ. അല്ല, ഇത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പം അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വൈറ്റ് വെച്ച് കൊടുത്തു, വൈറ്റ് പേള്. ഇനി ആ പേളിൻ്റെ അടിയിൽ വരുന്നത് റെഡ് ആയിരിക്കണം. അതേപോലെ മറ്റേ ലീഫ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലായിരിക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് മുകളിൽ ഏത് സൈഡാണോ, ഇപ്പോൾ മുകളിൽ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് ആ ലീഫുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി ഇപ്പോൾ ചെയ്യുന്ന ഫ്ലവറിൽ എവിടെയായിരിക്കണം? ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം നമുക്ക് ആ ലീഫുകളൊക്കെ വരേണ്ടത്. കണ്ടില്ലേ? നമുക്ക് കണ്ടോ, ഇപ്പുറത്തെ സൈഡിലാണ് മറ്റേ 3 ക്രിസ്റ്റൽ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ക്രിസ്റ്റൽ വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കമ്പി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാനായിട്ട് കിട്ടും. അല്ലാതെ നമുക്ക് ഇത് ചിലപ്പോൾ അങ്ങനെ കുറേ പക്ഷെ നല്ല ബലത്തിലൊന്നും പിരിച്ചു കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. കുറേ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ ആ കമ്പി പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒരു അതിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനി ഇപ്പുറത്തെ സൈഡിലായിരിക്കണം, അതായത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. കണ്ടില്ലേ, റൈറ്റ് സൈഡാണ് ആ ഒരു ലീഫ് വന്നിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ആ ഒരു ലീഫ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തോട്ട് ഇതുപോലെ തന്നെ 12 കട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം
നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു ലീഫ് വരുന്നത് പോലെ ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് അതിനെയും ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പം നമുക്ക് അവിടെ ലീഫായി. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മറ്റേ കമ്പിയായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നില്ല. അതേ കമ്പിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു റെഡ് ക്രിസ്റ്റലും അതേപോലെ റെഡ് ബീഡും വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ അതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഇതിന് ലീഫ് പോലെ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി മറ്റേ കമ്പിയായിട്ട് നമ്മളതിനെ ജോയിൻറ്റ് ചെയ്യുന്നില്ല. കണ്ടില്ലേ, ജോയിൻറ്റ് ചെയ്യാതെ അതേ കമ്പിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ റെഡ് ബീഡ് എടുക്കുന്നു, റെഡ് ക്രിസ്റ്റൽ എടുത്തു, അതും അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അതേ കമ്പി തന്നെ വീണ്ടും അതേപോലെ ഒന്ന് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു റെഡ് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ ലെങ്ത്ത് നോക്കുന്നു, വീണ്ടും നമ്മൾ അതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മാത്രമാണ് നമ്മൾ മറ്റേ സൈഡിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, നമുക്ക് 2 കമ്പിയാണുള്ളത്, ആ 2 കമ്പി കൂടിയും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ആകെ 2 or 3 തവണ മാത്രമേ നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഫ്ലവർ വെക്കുമ്പോൾ ആ ഫ്ലവർ ഒന്ന് ഇറങ്ങിപ്പോവും, കറക്റ്റ് ആ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരില്ല. അപ്പോൾ അതിനാണ് ഞാനിതിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ കണ്ടില്ലേ, ഇതുപോലെ അടുത്ത ഫ്ലവർ വെച്ചു. അത് ഏറ്റവും വലിയ ഫ്ലവറാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ഫ്ലവർ. ഇത് വലിയ ഫ്ലവർ അല്ല, ചെറിയ ഫ്ലവറാണ്. പക്ഷേ ഞാൻ അതിലും ചെറിയ ഫ്ലവറാണ് ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഹെയറിൽ നല്ല വലുതൊന്നും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ്. അപ്പം നമ്മളിങ്ങനത്തെ ഹെയർ ബോസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ നമ്മുടെ ആ ഫ്രെയിമൊക്കെ വരുന്ന ഒരു സ്റ്റോണാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കാണാനായിട്ട് ഒന്നുകൂടി നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു സ്റ്റോണും ആ ഒരു പേളും അതേപോലെ തന്നെ ആ നമ്മുടെ റെഡ് ബീഡ്സൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു ക്രിസ്മസിൻ്റെ തീം തന്നെയാണ് കേട്ടോ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ക്രിസ്മസിനൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ പിള്ളേർ എന്താ പറയുക ആഘോഷിക്കാനായിട്ട് പോകില്ലേ, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ റെഡ് ഡ്രസ്സോ അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ഹെയർ ടിയാര വെച്ച് പോവുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഡിസൈന് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഇങ്ങനെ വളഞ്ഞ് വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇതേപോലെ ഈ റെഡും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ എന്ത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ എന്താ പറയുക ആ ഫ്രെയിമിലുള്ള സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ വേറെ ഒരു മുത്തുകൂടി ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന 3 മുത്തുകളുണ്ടല്ലോ, അത് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതില്ലാതെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇത് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടിയാരയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് നിങ്ങളുടെ കുട്ടികൾക്കോ അതേപോലെ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ഭംഗി. കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ഹാപ്പി ക്രിസ്മസ് പറയട്ടെ അഡ്വാൻസ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.